നമസ്കാരം. മോദി സർക്കാർ പ്രതിരോധ മേഖലയിൽ ആസൂത്രണം ചെയ്ത ആത്മനിർഭരത അതിവേഗം കൈവരിക്കുകയാണ് ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങൾ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ആയുധങ്ങളും ഇന്ത്യ നിർമ്മിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. 2024 മാത്രം ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത് 1803 കോടി രൂപയുടെ ആയുധങ്ങളാണ്. ആയുധ നിർമ്മാണത്തിൽ അതിവേഗം ആത്മനിർഭരത കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഏകദേശം 1.26 ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് 2024 നിർമ്മിച്ചത്. സ്വദേശത്ത് ആയുധങ്ങളും പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ 16.7% ഈ വർഷം മുന്നേറ്റമുണ്ടായത്. ഇതിൽ 79.2% ഉൽപാദനവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലാണ്. സ്വകാര്യ മേഖല ബാക്കി 20.8% നിർമ്മിക്കുന്നു. 2029 ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഉൽപാദനം 3 ലക്ഷം കോടി രൂപ ആക്കണമെന്നാണ് കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ വർധനവിന് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപയുടെ വർധനവ് ഉണ്ടായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സപ്ലിമെന്ററി ബജറ്റിലൂടെ നൽകപ്പെടുന്ന ഈ വർധനവോടെ മൊത്തം പ്രതിരോധ വിഹിതം 7 ലക്ഷം കോടി കവിയുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 2025-26 ബജറ്റിൽ സായുധ സേനയ്ക്കായി റെക്കോർഡ് വിഹിതമായ 6.81 ലക്ഷം കോടി രൂപ നീക്കിവച്ചിരുന്നു. ഈ വർഷത്തെ വിഹിതം 2024-25 6.22 ലക്ഷം കോടി രൂപയിൽ നിന്ന് 9.2% ഗണ്യമായി വർദ്ധിച്ചു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അംഗീകാരം തേടുന്ന വർദ്ധിപ്പിച്ച ബജറ്റ് ഗവേഷണത്തിനും വികസനത്തിനും ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, മറ്റാവശ്യമായ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഉപയോഗിക്കും. 2014 മുതൽ നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ കേന്ദ്രബിന്ദു പ്രതിരോധമാണ്. BJP സർക്കാരിന്റെ ആദ്യ വർഷമായ 2014-15 പ്രതിരോധ മന്ത്രാലയത്തിന് 2.29 ലക്ഷം കോടി രൂപ അനുവദിച്ചിരുന്നു. നിലവിലെ വിഹിതം എല്ലാ മന്ത്രാലയങ്ങളിലും വെച്ച് ഏറ്റവും ഉയർന്നതാണ്. ഇത് മൊത്തം ബജറ്റിന്റെ 13%. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് പാക് ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം പാകിസ്ഥാനിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ പ്രതിരോധ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രശസ്തമായ അയൺ ഡോമിന് സമാനമായ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ സിനർജിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എടുത്തുകാട്ടിയത്. ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള ആ ശൃംഖലയിലെ തദ്ദേശീയ ഘടകങ്ങളിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അതിനുശേഷം സായുധ സേന ഭാർഗവസ്ത്രവും പരീക്ഷിച്ചു. ഹാർഡ് കിൽ മോഡൽ പുതിയതും ചെലവ് കുറഞ്ഞതുമായ കൗണ്ടർ ഡ്രോൺ സംവിധാനമാണ്. ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മൈക്രോ റോക്കറ്റുകൾ ഈ ആഴ്ച ഒഡീഷയിലെ ഗോപാൽപൂരിലെ സിവാഡ് ഫൈറ്റിംഗ് റേഞ്ചിൽ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പരീക്ഷണം എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റി. 100 മണിക്കൂർ നീണ്ട ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പ്രതിരോധ ഉപകരണങ്ങളുടെ കൂടുതൽ ആഭ്യന്തര ഉൽപാദനത്തിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഹ്വാനം ചെയ്തിരുന്നു. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ അത് ഔട്ട്ഡേറ്റ് ചെയ്യുകയും നമ്മുടെ സുരക്ഷ മറ്റൊരാളുടെ കൈകളിൽ എന്നാണ്. ഇന്നൊരു ദീർഘകാല പരിഹാരമാകാൻ കഴിയില്ലെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ, ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, തുമ്പോൺതാഴം. 8 കരകളുടെയും നാഥനായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മെയ് 11 മുതൽ 18 വരെ നടക്കുന്ന സ്കന്ദ സത്രം. ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്ദ സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു. ഇതൊരു മഹാക്ഷേത്രമാണ്. 1200-1500 വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക്, ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം, ഈ 8 കരയിൽ നിന്ന് ഉള്ളതല്ല, ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടേതും ഉണ്ടാകണം. ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.